Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രണ്ട് പാത്രത്തിലാണ് നമ്മുടെ ഫൈറ്റർ കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. 2 മാസം പ്രായമായി. ഇത് കിടക്കുന്നതിന് അത്യാവശ്യം കളറൊക്കെ വന്നു തുടങ്ങി. പക്ഷെ സൈസൊന്നും ഒരുപാട് വലുതായിട്ടില്ല. എന്നാലും നമ്മളിന്ന് ഇവന്മാരെ ഒരു ചെറിയൊരു ടാങ്ക് പോലെ ഉണ്ടാക്കി അതിലേക്ക് മാറ്റാൻ പോവുകയാണ്. കാരണം ഇവരുടെ വളർച്ചയ്ക്കും കാര്യങ്ങൾക്കൊക്കെ അത് നല്ലതാണ്. ഇതിൽ സ്പേസ് തികയാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ടാങ്കിലേക്ക് മാറ്റാൻ പോകുന്നത്. നമുക്ക് ആദ്യം ടാങ്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ടാങ്ക് ഉണ്ടാക്കാനായിട്ട് ഇത് നമ്മുടെ പഴയ സ്ഥലമാണ്. നമ്മുടെ മൊയിന കൾച്ചർ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ ചെറിയൊരു സെറ്റപ്പിൽ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ചെറിയ സെറ്റപ്പിൽ നമ്മൾ ടാങ്ക് ഒരെണ്ണം തട്ടിക്കൂട്ടി എടുത്തിട്ടുണ്ട്. വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരുപാട് വെള്ളം എടുക്കുന്നില്ല. ഒരു 4-5 ഇഞ്ച് വെള്ളമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. അതിലേക്ക് ചെറിയൊരു ആമ്പലിൻ്റെ ഒരു ചെറിയ ചട്ടിയൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ വാഴയില ഇട്ടിട്ടുണ്ട്. നല്ല ഉണങ്ങിയ വാഴയില വേണം അതിലേക്ക് ഇടാനായിട്ട്. അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല വൈക്കോലാണ്. നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം അത് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വാട്ടർ പ്ലാന്റ്. അതിനുശേഷം നമുക്കിനി വേണ്ടത് നമ്മുടെ ആൽമണ്ട് ലീഫിന്റെ ഇലയാണ്. അത് നടുക്കിലുള്ള ഇത് കളഞ്ഞതിന് ശേഷം കീറിയെടുക്കുക. അതിന്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം വേണം അതിലേക്ക് ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കിനി ഇവന്മാരെ ഓരോന്നായിട്ട് പിടിച്ച് നമുക്ക് ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ ഇവന്മാരെല്ലാം നമ്മൾ ടാങ്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ചില കുഞ്ഞുങ്ങൾക്ക് വലിയ ഗ്രോത്ത് ഒന്നുമില്ല. ഇപ്പോഴും ചെറുതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ടാങ്കിലേക്ക് മാറ്റുമ്പോൾ ശരിയാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിലേക്ക് നോക്കിയറിയാം ചെറുതെല്ലാം നമുക്ക് തീരെ സൈസ് കുറഞ്ഞാൽ നമുക്ക് കുറേ എണ്ണത്തിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാലും ബാക്കിയുള്ള അത്യാവശ്യം എല്ലാ കുഞ്ഞുങ്ങളും അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ട്. മാക്സിമം റെഡിന്റെയും ബ്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഇപ്പോൾ ഫുൾ റെഡും അതുപോലെ നമ്മുടെ ബ്ലൂവിൻ്റെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൻ്റെ അത് മാക്സിമം ഉള്ളത്. നമുക്ക് ഇതിനെ ടാങ്കിലേക്ക് മാറ്റാം. സ്കൂളിൽ വിട്ട് വന്ന അപ്പൂനും ആമയ്ക്കും കുളം കണ്ടു കഴിഞ്ഞപ്പോൾ അതിലൊക്കെ കയറി വന്ന് കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ കുളിക്കാനൊന്നും ഞാൻ സമ്മതിച്ചില്ല. എന്താണെങ്കിലും ഫൈറ്റർ കുഞ്ഞിൻ്റെ അവിടെ കുറച്ചു നേരം അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും അതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുവാണ്. ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റർ കുഞ്ഞിനെ ആ ടാങ്കിൽ അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. റിലീസ് ചെയ്തിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ റിലീസ് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ റിലീസ് ചെയ്യാവുന്നവരെ ഓടിക്കളിച്ചെടുക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അവന്മാർക്ക്. പക്ഷെ വേറൊരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പുറത്താണ് ഈ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പല ശത്രുക്കളും ഉണ്ടാവും നമുക്ക്, കാക്കയായിട്ടും കൊക്കയൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് ഇവന്മാരെ റിലീസ് ചെയ്തതിന് ശേഷം നമുക്കൊരു കൊതുകിന്റെ നെറ്റ് ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മൂടി വെക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു ചെറിയ കൊതുകിന്റെ മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് നമ്മൾ മൂടി വയ്ക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവന്മാർ ഇതൊക്കെ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നീന്തി കളിച്ച് നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റ് വെച്ച് നമുക്ക് ഇതങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഫീഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്കിത് മാറ്റിയെടുത്താൽ മതി. അല്ലെങ്കിൽ കൊതുക് വന്ന് മുട്ടയിട്ടാലും കുഴപ്പമില്ല, കാരണം കൂട്ടാടിനെ ഇവർ കഴിച്ചോളും. പക്ഷെ ഇല്ല, കാക്കയോ കൊക്കൊക്കെ വന്ന് ഇവരെ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നന്നായിട്ട് ഇത് മൂടി വെക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫീഡ് ചെയ്യാൻ നേരത്തെ നമുക്ക് ഇത് തുറന്നാൽ മതി. ഹാപ്പിയാണെന്ന് തോന്നുന്നു നമ്മുടെ ഫൈറ്റർ കുട്ടന്മാർ. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.